ഇന്ന് ലോകം മുഴുവനും ഇന്ന് ഈദ് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴേ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം, പക്ഷേ ഗസയിലെ കുട്ടികൾ പെരുന്നാളിന് വേണ്ടി മൈലാഞ്ചി ഇടാൻ വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളെ ആ സമയത്ത് കൊന്നുകളയുന്നൊരവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്കൊക്കെ പുതിയ പുതിയ വസ്ത്രങ്ങളുണ്ട് പെരുന്നാൾക്കും പല ദിവസങ്ങളും ഇടാൻ, പക്ഷെ ആ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു വസ്ത്രങ്ങൾ പോലും ഇടാനില്ല. വസ്ത്രം മാറി ഇടാനുള്ളൊരു വസ്ത്രം പോലും ഇല്ലാത്തൊരു അവസ്ഥ, കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ. ഓരോ സമയത്തും എങ്ങനെ നമ്മൾ പുതിയ ഇത് എന്തുണ്ടെന്ന് കണ്ടെത്തുമ്പോൾ ജീവൻ നിലനിർത്താൻ എന്ത് മാർഗം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മലമൂത്ര വിസർജനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വെള്ളം വീണ്ടും തിരിച്ചു വന്നുകൊണ്ട് ആ വേസ്റ്റ് വാട്ടർ വീണ്ടും ഉപയോഗിക്കപ്പെടുന്നൊരവസ്ഥ. അതേപോലെ തന്നെ വളരെ പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് ഗസയിലെ കുട്ടികൾ ലോകത്ത് പല സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ട് അവരുടെ മനോനില അപാരം തന്നെയാണ് ഈ പെരുന്നാൾ ദിവസത്തും. കാരണം ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിലുള്ള ജനങ്ങളായതുകൊണ്ട് അവിടെ പെരുന്നാളിൻ്റെ ദിവസം പോലും അവർക്കത് പ്രത്യേക സ്ഥലങ്ങളിലേക്ക് പോകാനോ നമ്മളൊക്കെ എവിടേക്കെങ്കിലും മൂവ് ചെയ്യാനോ ടൂറോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പാണ് അവരെ കാര്യം. ഏത് സമയത്തും ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങളും ബോംബും വർഷിക്കോ എന്ന് മാത്രമാണ്. ആരെങ്കിലും ഇട്ട് കൊടുക്കുന്ന ഭക്ഷണപ്പൊതിക്കും വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾ. ഗസയിലെ പെരുന്നാൾ, വലിയ പെരുന്നാൾ ആഘോഷങ്ങൾ, അതിന്റെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നമ്മൾ സംസ്ഥാനത്തുടനീളം കാണുകയുണ്ടായി. ഇനിയിപ്പോൾ നമ്മൾ ഗസയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 6 മാസമായി തീരാദുരിതങ്ങളിലൂടെ പോവുകയാണ് ഗസ. ഗസയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈദുൽ ഫിത്തർ തന്നെയാണ്. പക്ഷേ ഏത് രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്ന രീതിയിലൊന്നും ആഘോഷിക്കാൻ പോലും കഴിയാതെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കഴിയുകയാണ് ഭൂരിഭാഗം പേരും. അതുകൊണ്ട് തന്നെ ടെന്റുകളിൽ കഴിയുന്ന 10 ലക്ഷത്തിലധികം പേർക്ക് പുതുവസ്ത്രങ്ങൾ അണിയാനുള്ള അവസരമില്ല, നന്നായി ഭക്ഷണം കഴിക്കാനുള്ള അവസരമില്ല. കെയ്റോ കേന്ദ്രീകരിച്ച് നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിലാണ് ഇനിയുള്ള ഗസക്കാരുടെ പ്രതീക്ഷ. വി.കെ. സുഹൈലിലേക്ക് കൂടെ പോവുകയാണ് വിവരങ്ങൾ നൽകാനായി. സുഹൈൽ, ഇന്നിപ്പോൾ നമ്മൾ പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഗസയിലെ ദുരിത പെരുന്നാൾ കൂടെ കാണാതെ പോകാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം ദുരിതം, പ്രത്യേകിച്ച് ഈ സന്നദ്ധ സേവകർക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അത് കൃത്യമായി കിട്ടുന്ന ഭക്ഷണം കൂടി മുടക്കിയിരിക്കുകയാണ്. ആദ്യം നമുക്ക് അവരുടെ ഈ ദുരിത പെരുന്നാളിന്റെ കാര്യങ്ങൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവരുടെ ഓർമ്മയിലും അവരുടെ പ്രാർത്ഥനകളിലും ഇന്ന് ഗസ ജനതയെ കൂടെ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ടല്ലേ? തീർച്ചയായും വലിയ ഒരു കൂട്ടക്കൊലയോടെയാണ് ഗസയിൽ ഇന്നലെ പെരുന്നാൾ രാവ് തുടങ്ങുന്നത്. മധ്യ ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ 14 പേരെയാണ് ഒറ്റയടിക്ക് ഇസ്രായേൽ സേന കൊന്നുകളഞ്ഞത്. മൈലാഞ്ചി അണിയാൻ കാത്തിരുന്ന കുട്ടികൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് നേരെയാണ് ഈ 14 പേരിൽ കൂടുതലും പെൺകുട്ടികൾ കൂടിയാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇന്നത്തേക്ക് വരികയാണെങ്കിൽ വിവിധയിടങ്ങളിൽ ആക്രമണങ്ങൾ നടക്കുന്നു. അതിന് പുറമെ സാധാരണ രീതിയിൽ പെരുന്നാളിനെങ്കിലും ഭക്ഷണം കഴിക്കേണ്ട ആളുകളാണ് വിശ്വാസികൾ. പക്ഷേ അവർക്ക് ഇനിയും ഈ മാസം മുഴുവൻ പിന്നിട്ടിട്ടും നോമ്പ് തുറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം UN-ൻ്റെ യുനെർവയ്ക്കുള്ള ഫണ്ട് പാശ്ചാത്യ ശക്തികൾ, അമേരിക്കയും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും എല്ലാം കട്ട് ചെയ്തതിനാൽ UN-ൻ്റെ സഹായ വിതരണങ്ങളെല്ലാം നിലച്ചിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 75% ഭക്ഷണവും നൽകിയിരുന്നത് വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന് പറയുന്ന അമേരിക്കൻ സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച WCKയുടെ വാഹനത്തിന് നേരെ ആക്രമണം നടത്തി 7 പേരെ കൊലപ്പെടുത്തിയപ്പോൾ ഈ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണ വിതരണവും അവിടെ നിലച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണത്താൽ തന്നെ മിക്കയിടങ്ങളിലും, പ്രത്യേകിച്ചും അഭയാർത്ഥി ക്യാമ്പുകളിലും വടക്കൻ ഗസയിലും പൂർണ്ണമായും പട്ടിണിയിലാണ്. അപ്പോൾ ഇത്രയും വലിയ ആഘോഷം ലോകമാകെ കൊണ്ടാടുമ്പോഴും ഗസയിലെ ബഹുഭൂരിഭാഗം ആളുകൾക്കും ഒരു നേരത്തെ ഭക്ഷണത്തിൽ പോലും വഴിയില്ലാത്ത രൂപത്തിലാണ് ഇപ്പോഴുമുള്ളത്. അതേപോലെ തന്നെ അവർക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളത് പ്രത്യേകിച്ചും ഈ ആഘോഷ സമയത്തെല്ലാം അവരുടെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ്. വടക്കൻ ഗസയിൽ നിന്ന് റഫ അതിർത്തിയിലേക്ക് ആട്ടിയോടിക്കപ്പെട്ട 10 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾക്ക് അവരുടെ സ്വന്തം വീടുകളിലേക്ക് പോകാനുള്ള വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ സേന ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആരെങ്കിലും അങ്ങോട്ട് പോകാൻ ശ്രമിച്ചാൽ അവരെ മുഴുവൻ വെടിവെച്ചു കൊല്ലുന്ന സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ടെൻറ്റുകളിൽ കഴിയുന്ന ആളുകൾക്ക് പുതുവസ്ത്രം പോയിട്ട് ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാറ്റിയെടുക്കാൻ പോലും മിക്ക ആളുകൾക്കും സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് ഗസയുടെ നിലവിലെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പെരുന്നാൾ എന്ന് പറയുന്നത്
ഏറ്റവും ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലാണ് ഗസക്കാർ നീങ്ങുന്നത്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഗസക്കാരുടെ ഒരു മനോനില നമുക്കറിയാം. എന്തിനേയും അതിജീവിക്കാനുള്ള, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു മനസ്സാണ് അവരുടേത്. ഈ പ്രതിസന്ധിക്കിടയിലും ടെൻറ്റുകളുടെ ചെറിയ ഇടുങ്ങിയ ഇടയിൽ പോലും അവർ അതിമനോഹരമായി തന്നെ ഈ ഇതിനെ ആഘോഷിക്കുന്നു. ഈദ് നമസ്കാരങ്ങൾ പലയിടത്തും അവർ സംഘടിപ്പിക്കുന്നു. ഉള്ള വസ്ത്രങ്ങൾ ഭംഗിയായി ധരിച്ച് അവർ ഈ പെരുന്നാളിനെ കൊണ്ടാടുന്നു. ഈ ദുരിതത്തിനിടയിലും ത്യാഗത്തിൻ്റെ കൂടി ഓർമ്മകളാണ് ഈ പെരുന്നാളുള്ളത്. ഈ ത്യാഗത്തിലൂടെ അവർക്ക് അതിജയിക്കാൻ പോകുന്ന ഒരു പുതിയ പുലരിയെ അവർ സ്വപ്നം കാണുന്നു. വലിയ നിരാശകൾക്കപ്പുറം ഓരോ ഗസക്കാരുടെയും ഉള്ളിലുള്ള ആത്മാഭിമാനത്തിൻ്റെയും അതേപോലെ തന്നെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂലേ. നമ്മള് പ്രത്യേകിച്ച് ലോകത്ത് എല്ലാ സമുദായക്കാരും അവരവരായ ആഘോഷങ്ങളിലും പലതിലും മതിമറന്ന് ആഘോഷിക്കുമ്പോഴും ഇത്തരത്തിൽ ലോകത്ത് മനുഷ്യത്വം എന്ന സംഭവം, മനുഷ്യാവകാശ സംഘടനയൊക്കെ ഉണ്ടായിട്ടും ഈ മനുഷ്യരെ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്താണ്? ലോകത്ത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തീർത്തും തടയപ്പെട്ടൊരു ജനത. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗസയിലെ കുട്ടികളെ, ഗസയിലെ മനുഷ്യരെ ജീവിതം. പക്ഷേ അവർക്ക് അതിഭയങ്കരമായ കോൺഫിഡൻസാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള. അതൊരു മഹത്തായ പവർ തന്നെയാണ്. അവരുടെ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയാൻ തന്നെയാണത്. അവരിൽ ദൈവത്തിലുള്ള അവർക്കൊരു അപാരമായ വിശ്വാസമുണ്ട്, എന്ത് തന്നെ ആയാലും ഏത് സാഹചര്യത്തിലും. പക്ഷേ അവരെ സംബന്ധിച്ചോളം മരിക്കാൻ ഭയമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിലൊക്കെ ഇന്ന് എന്താണ് നാളെ എന്താണെന്നുള്ള ചിന്തിക്കുന്നതല്ല. അവർ ഇന്ന് നിലനിൽക്കാൻ കഴിയോ, നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് സ്വന്തം സ്വാതന്ത്ര്യം. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞോ? ലോകത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, മറ്റൊരു രാജ്യത്തിൻ്റെ, നമ്മളെ രാജ്യത്ത് പെട്ടെന്ന് നമ്മളെ രാജ്യത്തിൻ്റെ റോഡിലൂടെ മറ്റൊരു രാജ്യത്തിൻ്റെ ടാങ്കറും അതേപോലെ പിന്നെ അത്തരത്തിൽ വേറൊരു രാജ്യത്തിൻ്റെ സൈന്യം ഇങ്ങനെ ഇഴഞ്ഞ് നടന്ന് നമ്മളൊക്കെ ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കാൻ കഴിയുമോ? ആ സാഹചര്യമൊക്കെ ഒന്ന് ആലോചിക്കണമെങ്കിൽ, കാരണം മാസങ്ങളായിട്ട് ഗസയിലെ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ ഈദിൻ്റെ മുന്നേ നോമ്പായിരുന്നു. ഈ റമദാനൊക്കെ അവർ എങ്ങനെയായിരിക്കും മുന്നോട്ട് താണ്ടിക്കൊണ്ടുപോയതെന്നൊന്നും ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെ കേട്ടോ. മനുഷ്യരെ അവരുടെ നിലനിൽപ്പിനോടുള്ള, ജീവിതത്തിനോടുള്ള അവരെ എന്താ പറയുക, അവരുടെ ദൈവവുമായിട്ടുള്ള ഒരു ഇതാണത്. അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവർ ദൃഢമായ അവരുടെ മനസ്സിൻ്റെ ശക്തി തന്നെയാണ് തന്നെ പറയാം ഗസയിലെ കുട്ടികൾ. അപ്പോൾ ഓക്കെ, ഏതായാലും നമ്മളെ ഈ ഈദും പെരുന്നാളും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ആഘോഷങ്ങളിലൊക്കെ കഴിയുമ്പോൾ മനുഷ്യത്വം നിഷേധിക്കപ്പെട്ട ഈ ജനതയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം.